ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഞാനിപ്പോൾ ഒരു വ്ളോഗ് ഇട്ടിട്ട് അറൗണ്ട് ഒരു 2 months ഒക്കെ ആയെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി. ചെറിയ കുറച്ച് തിരക്കുകളും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി. ഇനി ഞാൻ കരുതി കുറച്ച് നാട്ടിലത്തെ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന്. സോ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണോ അതോ ട്രാവൽ വ്ളോഗാണോ എന്ന് ആക്ച്വലി എനിക്കറിയില്ല. ഞാൻ ഇന്നുള്ളത് കാലിക്കറ്റിലെ തുഷാരഗിരി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. കമാ. സോ ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു എൻട്രൻസ് ഏരിയ. നമുക്ക് എന്തായാലും ഉള്ളിലെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. കേരള ഫോറസ്റ്റിൻ്റെ ചെറിയ ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളോട്ട് പോയി നോക്കാം. തുഷാരഗിരി എന്നാൽ മഞ്ഞണിഞ്ഞ മലനിരകൾ എന്നാണ്. ഏതാണ്ട് ഒരു സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ടൈം. ഇത് ഈ പിറകിലുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളോട്ട് എൻട്രി ആയിട്ടുണ്ട്. നമുക്കിനി ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. വനംവകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള ഈ ഒരു പ്രദേശത്ത് നിന്ന് ഏതാണ്ട് വംശനാശം നേരിടുന്ന 45ഓളം ചിത്രശലഭങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ വന്ന വഴിയിൽ കുഞ്ഞി പാലം കണ്ടു. എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ ധാരാളം മുളകളും ഒക്കെ ഉണ്ട്. പിന്നെ സൈഡിലൂടെ ഒരു ചെറിയൊരു അരുവി പോകുന്നുണ്ട്. എത്രത്തോളം വിഷ്വൽ അത് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തായാലും ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മളിത് ഈ ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എൻ്റർ ആവാൻ പോവാണ്. നേരെ മുന്നിൽ കാണുന്നതാണ് ഫസ്റ്റത്തെ വെള്ളച്ചാട്ടം. ഇനി മുകളിലോട്ട് പോയാൽ വേറെയും വാട്ടർഫാൾസുകളുണ്ട്. നമുക്കെന്തായാലും ആദ്യത്തെ ഒരു ഏരിയയിൽ എൻ്റർ ചെയ്ത് നോക്കാം. മുകളിലോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല. ഒരു വേനൽക്കാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആക്ച്വലി വെള്ളം കുറവുണ്ട്. മഴക്കാലത്താകുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും. ആ ഒരു ടൈമിൽ ഉള്ളിലോട്ട് അധികം എൻ്റർ ആക്കാറില്ല. എന്നാലും ഇവിടെ സ്റ്റിൽ ബോർഡുണ്ട് സർ. ഫ്രണ്ട്സ്, നമ്മളത് ഇങ്ങനെ ഈ പാലം കടന്നിട്ട് ആ ഒരു വാട്ടർഫാളിൻ്റെ കൂടുതൽ അടുത്തേക്ക് പോവുകയാണ്. ഈ ഒരു സൈഡിൽ ഈ ഒരു നദീൻ്റെ ഒഴുകുന്നതും പാറയും കാര്യങ്ങളൊക്കെ. ഇനി നേരെ ഇവിടെ നിന്ന് പോയിട്ട് റൈറ്റിലേക്കാണ് ആ ഒരു വാട്ടർഫാളിൻ്റെ ഏരിയ. മുകളിലോട്ട് വേറെയും വാട്ടർഫാൾസ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 1 kilometer പോയിട്ടാണ് ഒരു നെക്സ്റ്റ് വാട്ടർഫാൾ ഉള്ളത്. അത് ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ മുകളിലോട്ട് കയറണം. കറണ്ട് ആരും അങ്ങോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. മേ ബി ഈ ഒരു ടൈം ആയതുകൊണ്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. സോ നമുക്കിവിടെ ഇനി താന്നിമുത്തശ്ശി എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്. അതിൻ്റെ ഒരു അടുത്തേക്ക് നമുക്ക് പോവാം. അതേപോലെ ഗൈസ്, ഈ ഒരു പ്ലേസിൽ വരേണ്ട ഒരു ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് മഴക്കാലത്താട്ടോ. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ആക്ച്വലി ജാനുവരിയിലാണ്. മഴക്കാലത്ത് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വേറൊരു ഫീൽ തന്നെയാണ്. ഗൈസ്, ഈ ഒരു മരം കണ്ടോ? ഈ മരത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് പോവാം. സൂക്ഷിച്ചിറങ്ങിയാൽ നല്ലതാണെന്നാണല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു മരം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര വലിയ മരമായിട്ട് പോലും ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് കയറി നിൽക്കാം. ഞാനൊരു ഡെമോ കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു താന്നിമുത്തശ്ശി എന്ന നേരത്തെ ബോർഡ് കണ്ടില്ല, ഈ ഒരു മരം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര വലിയ മരമായിട്ട് പോലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് എൻ്റർ ചെയ്ത് നിൽക്കാം. ഞാനൊന്ന് കാണിച്ചു തരാം. കുടുങ്ങി പോയില്ല എന്ന് കരുതുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ കയറി നിൽക്കാം. ഒരാൾക്ക് നിൽക്കാൻ പാകത്തിനുള്ളൊരു സ്ഥലം ഈ ഒരു മരത്തിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ എന്തായാലും പുറത്തേക്ക് വരാം. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും ഈ ഒരു അരുവിയും പാറയും വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. ഫ്രണ്ട്സ്, 500 മീറ്ററിൻ്റെ മുകളിലായിട്ട് മറ്റൊരു വാട്ടർഫാൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൂടെയാണ് ഈ മുകളിലോട്ട് കയറേണ്ടത്. ആളൊന്നും വരുന്നത് കാണുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം. രണ്ടാമത്തെ വെള്ളച്ചാട്ടം കാണാൻ വരാനുള്ളവരോട് പറയാനുള്ളത്, ചെറിയ കുട്ടികളും മുതിർന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ്. ഒരു 500 മീറ്ററോളം ഈ ഒരു രീതിയിൽ കയറാനുണ്ട്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് കയറുന്നതായിരിക്കും ബെറ്റർ. സോ ഫ്രണ്ട്സ്, ഏതാണ്ട് ടൈം ഇപ്പോൾ ഒരു 3 മണിയായി. അപ്പോൾ 3 മണിക്ക് ശേഷം ഏറ്റവും ടോപ്പിലെ വാട്ടർഫാളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് തൽക്കാലം തിരിക്കുകയാണ്. മുകളിലെ വാട്ടർഫാൾ അടിപൊളിയാണെന്നാണ് കേട്ടത്. പക്ഷേ അത് ഇനിയും
താഴെ 1 കിലോമീറ്റർ എന്നാണ് കണ്ടത്. ബട്ട് ഇതിപ്പോൾ 1 കിലോമീറ്റർ ആയിട്ട് തോന്നുന്നില്ല, കുറച്ചുകൂടെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടേക്ക് ഇപ്പോൾ എൻ്ററല്ല. എന്തായാലും നമുക്ക് തിരിച്ച് തന്നെ നമ്മളിതേ വന്ന വഴി കൂടെ തിരിച്ചു പോവുകയാണ്. ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആക്ച്വലി ഇതൊരു ഷോർട്ട് വ്ളോഗായിരുന്നു എന്നറിയാം. എല്ലാവർക്കും തുഷാരഗിരിയിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആക്ച്വലി ഇത് ട്രയലും കൂടെ കേട്ടോ. കാര്യങ്ങളൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ഇനിയും മുന്നോട്ട് കൂടുതൽ വ്ളോഗ്സുമായിട്ട് വരും. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സൈനിങ് ഓഫ്.